സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ആൾത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ഈശോയെ, തിരുവോസ്വരൂപനായത് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈ നിമിഷം, ഈ കൃപയുടെ സമയം, താവെ ലോകം മുഴുവൻ്റെ മേൽ നീ കരുണ ചൊരിഞ്ഞ സമയം, കാൽവരിയുടെ വിരിമാറിൽ മനുഷ്യവർഗം മുഴുവന് വേണ്ടിയും തൻ്റെ ശരീരം മുഴുവനും പൂർണ്ണമായി നൽകി മനുഷ്യവർഗത്തിൻ്റെ മേൽ ഇത്രമാത്രം കരുണ ചൊരിഞ്ഞ സമയം, താവെ ഈ നിമിഷം നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിലായിരിക്കുന്നു. പൂർണ്ണമായ ബോധ്യത്തോടെ, പൂർണ്ണമായ അറിവോടെ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വചനത്തിൽ നീ അരുളിച്ചതുപോലെ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നത് പോലെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളെ സഹായിക്കാൻ ഇത്രമാത്രം അടുത്തുള്ള മറ്റൊരു ദൈവമില്ല. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഇത്രമാത്രം സ്നേഹത്തോടെ ഓടിയെത്തുന്ന ദൈവം, ഇത്രമാത്രം കരുണയോടെ നമ്മളെ പരിപാലിക്കുന്ന ദൈവം, കരുണാസമ്പന്നനായ ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുക. ആ ഒരു വലിയ ബോധ്യത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ലോകം മുഴുവന് വേണ്ടിയും ലോകം മുഴുവൻ്റെ മേൽ കർത്താവേ നിൻ്റെ വലിയ കരുണ ചൊരിയണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇത്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം 69-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെയും വേദനകളുടെയും തിക്താനുഭവങ്ങളുടെയും ഒക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഒരു വലിയ ബോധ്യമാണ്, സങ്കീർത്തകൻ്റെ ഒരു വലിയ ബോധ്യമാണ് നമ്മൾ കാണുക. എൻ്റെ ദൈവം കൃത്യസമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നുള്ള കാര്യം. കർത്താവ് എന്നോട് കരുണ കാണിക്കും, കാരുണ്യവാനായ ദൈവം എന്നോട് കരുണ കാണിക്കുമെന്നുള്ളൊരു വലിയ ബോധ്യത്തിലാണ് സങ്കീർത്തകൻ ഈ കാര്യങ്ങളെല്ലാം പറയും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോവുകയും ദൈവം നമ്മോട് കൃത്യമായും വചനത്തിലൂടെ പറയുന്ന കാര്യം, ഇത്രമാത്രം സ്നേഹത്തോടെ കരുണയോടെ നമ്മളെ വീക്ഷിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവസാനിക്കാതെ ശാശ്വതമായ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് നമ്മൾ ഈ നിമിഷം ധ്യാനിക്കുക. ആ ഒരു വലിയ കരുണയാണ് നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയായിട്ട് കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു കരുണയുടെ പ്രാർത്ഥനാ സമയം
ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നത്? ഈ ദൈവം കരുണ കാണിക്കുന്നതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ രഹസ്യമെന്ന് ദൈവം മനുഷ്യവംശത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം കരുണ കാണിക്കുന്നത് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണ് ദൈവ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ല. അതായത് യഥാർത്ഥ അനുതാപത്തോടെ ദൈവത്തെ നമ്മളെല്ലാവരും സമീപിക്കണം. നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ ദൈവം സമീപസ്ഥനാണ് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്ന ഈ അവസരത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടും. ദൈവം ഇത്രമാത്രം കരുണ ചൊരിയുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ദൈവത്തിന് യഥാർത്ഥ അനുതാപത്തിലൂടെ നയിക്കുക എന്നാണ്. കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും കർത്താവിൻ്റെ കൃപ ലഭിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വലിയ കൃപ നമുക്ക് ആവശ്യം. അനുതാപത്തിൻ്റെ ഒരു വലിയ മനോഭാവം നമുക്കുണ്ടാകണം. അത് നമുക്ക് തരാനായിട്ടാണ് ദൈവം ഇത്രമാത്രം നമ്മളോട് കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മളെ അനുതാപത്തിലേക്ക് നയിച്ച് കർത്താവിൻ്റെ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്ന ഒരു സമയമാണ് കുമ്പസാരം എന്ന കൂദാശ. കൂദാശകളിലൂടെ കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭ്യമാകുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോഴാണ്. അനുതാപത്തോടെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ പെരുമഴ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയും നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ അത് സഹായകമാവുകയും ചെയ്യും. അത്രമാത്രം ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ദൈവം കരുണ കാണിക്കുമ്പോൾ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. ഇന്ന് ഈ ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും യഥാർത്ഥ അനുതാപത്തോടെ കർത്താവിനെ സമീപിക്കാം. കുമ്പസാരം എന്ന കൂദാശയിലൂടെ കർത്താവിൻ്റെ കാരുണ്യം അനുഭവേദ്യമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുമ്പസാരിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാലൻ പറയുന്നത് പ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കൽ ഒരു വ്യക്തി വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ അടുത്ത്, അദ്ദേഹം ജനീവ എന്ന് പറയുന്ന സ്ഥലത്തെ മെത്രാനായിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് കുമ്പസാരിപ്പിക്കുവാനായിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒത്തിരിയേറെ പാപങ്ങളൊക്കെ ചെയ്ത് മനസ്സ് വിഷമിച്ച് ഈ പിതാവിൻ്റെ അടുക്കലേക്ക് കുമ്പസാരിക്കുവാനായിട്ട് വന്നു. കുമ്പസാരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിയോട് കുശലമൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, പിതാവേ, ഞാൻ ഇത്രമാത്രം പാപങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങേക്ക് എന്നോട് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എന്നോടിപ്പോൾ എന്താണ് തോന്നുക? കാരണം ഞാൻ ഇത്രമാത്രം പാപങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അതെല്ലാം പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ പറഞ്ഞത്, മകനെ, നീ ഒരു മാലാഖയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വീണ്ടും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹം ചോദിച്ചു, പിതാവേ, ഞാൻ ഈ പറഞ്ഞ പാപങ്ങളൊന്നും പിതാവ് കേൾക്കാഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നത്? വീണ്ടും വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ പറയുന്ന കാര്യമാണ്, മകനെ, നീ മാലാഖയാണ്. അദ്ദേഹം പറഞ്ഞു, കുമ്പസാരമെന്ന കൂദാശയിലൂടെ കരുണയുടെ നിറകുടമായ കർത്താവിൻ്റെ സ്നേഹം ആവോളം നിന്നിൽ നിറഞ്ഞു കഴിയുമ്പോൾ നീ ഒരു മാലാഖയായിട്ടാണ് മാറും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മാലാഖമാരാക്കുവാനായിട്ടാണ് കർത്താവ് ഇത്രമാത്രം കരുണയോടെ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നത്. അവിടെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതെല്ലാം ഒഴിവാക്കുവാനും പാപത്തെയും പാപാവസ്ഥകളെയും ഒക്കെ ദൂരെ മാറ്റി കർത്താവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് വചനം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതെന്ന് പറയാനായിട്ടൊന്നുമില്ല, നമ്മുടെ സ്വന്തമെന്ന് പറയാനായിട്ട് നമുക്കൊന്നുമില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്ന ദാനമാണെങ്കിൽ അഹങ്കാരത്തേക്കാൾ ഉപരിയായിട്ട് വീണ്ടും ഏറ്റവും എളിമയോടെ കർത്താവിനെ സമീപിക്കുക എന്നുള്ളതാണ്. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എന്ന് പൗലോസ്ലീഹ തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നുണ്ട്. ആ ഒരു വലിയ സ്നേഹത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കരുണയുടെ
കൂടാരത്തിൽ നിന്ന്, അതായത് കുമ്പസാരമെന്ന കൂദാശയെ സ്വീകരിച്ച് കർത്താവിനെ കാരുണ്യത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും, നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകളും എല്ലാം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കും. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ നമ്മൾ വിളിച്ചുപേക്ഷിക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാനായി നമ്മുടെ കൂടെയുള്ളവനാണ് നമ്മുടെ ദൈവം. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ജനതയാണ് നാം ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക. അത്രമാത്രം ദൈവം കരുണ കാണിച്ചൊരു ജനതയാണ്, അത്രമാത്രം മനസ്സ് തുറന്ന് സ്നേഹിച്ചൊരു ജനതയാണ് നാം ഓരോരുത്തരും. ആ ഒരു വലിയ ബോധ്യത്തിൽ കർത്താവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുവാൻ, വീണ്ടും നമ്മുടെ ജീവിതങ്ങൾ കരുണയുടെ അടയാളങ്ങളായിട്ട് മാറുവാൻ, ദൈവം കരുണ കാണിച്ചതിൻ്റെ അടയാളങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാപത്തിൻ്റെ അവസ്ഥയിലും പാപാവസ്ഥകളിലും ഒഴുകി കഴിയുന്നവരും അനുതാപമില്ലാതെ കർത്താവെ നിന്നിൽ നിന്ന് അകന്നുപോയ എല്ലാ കഠിന പാപികളെയും നിൻ്റെ കാരുണ്യത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഈ ആലയത്തെയും ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആന്തരിക സൗഖ്യം ധ്യാനത്തെയും എല്ലാം കർത്താവെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അവരുടെ ജീവിതങ്ങളെ നിൻ്റെ കരുണയാൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പൂർണ്ണമായും നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, കർത്താവെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ മുട്ടിന്മേലായിരുന്നു കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,